രാഷ്ട്രീയ നേതാക്കളെയും വ്യവസായികളെയും പ്രതിക്കൂട്ടിലാക്കിയ ജെഫ്രി എപ്സ്റ്റീൻ കേസിൽ ഇന്ത്യൻ വ്യവസായ പ്രമുഖൻ അനിൽ അംബാനിയുടെ പേരും ഇടം പിടിക്കുന്നു. എപ്സ്റ്റീനും അംബാനിയും തമ്മിൽ നടത്തിയ ഞെട്ടിക്കുന്ന സംഭാഷണങ്ങളുടെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം എപ്സ്റ്റീന്റെ പക്കലുണ്ടായിരുന്ന രേഖകളിലും ഇമെയിൽ സന്ദേശങ്ങളിലുമാണ് അനിൽ അംബാനിയുടെ സാന്നിധ്യം വ്യക്തമാകുന്നത്. വെറുമൊരു ബിസിനസ് ബന്ധത്തിനപ്പുറം വ്യക്തിപരമായ താല്പര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ഇരുവരും നടത്തിയിരുന്നതായി ഈ ഫയലുകൾ സൂചിപ്പിക്കുന്നു. 2017 മുതൽ 2019 വരെയുള്ള കാലയളവിൽ ഇരുവരും തമ്മിൽ നടന്ന ആശയവിനിമയങ്ങളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ഇതിൽ ഏറ്റവും വിവാദപരമായ ഭാഗം ഏതു തരം സ്ത്രീകളെയാണ് തനിക്ക് ആവശ്യമെന്ന് അനിൽ അംബാനി എപ്സ്റ്റീനോട് സംസാരിക്കുന്നതാണ്. 2017 മാർച്ച് 9 ഈ വിവാദപരമായ ആദ്യ സംഭാഷണം നടന്നത്. തനിക്ക് ഏതു തരം സ്ത്രീകളെയാണ് നിങ്ങൾ നിർദ്ദേശിക്കുന്നത് എന്ന് അനിൽ അംബാനി എപ്സ്റ്റീനോട് ചോദിക്കുന്നു. ഇതിന് മറുപടിയായി ഉയരം കൂടിയ സുന്ദരിയായ ഒരു സ്വീഡിഷ് യുവതിയെയാണ് എപ്സ്റ്റീൻ നിർദ്ദേശിക്കുന്നത്. എപ്സ്റ്റീന്റെ നിർദ്ദേശം കേട്ട ഉടൻ അത്തരമൊരു സ്ത്രീയെ തനിക്കായി ഏർപ്പാടാക്കാൻ അംബാനി ആവശ്യപ്പെട്ടതായും രേഖകൾ പറയുന്നു. ഈ സംഭാഷണങ്ങൾ എപ്സ്റ്റീന്റെ പക്കലുണ്ടായിരുന്ന ഡിജിറ്റൽ രേഖകളിൽ നിന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. പിന്നീട് നടന്ന സംഭാഷണങ്ങളിൽ സ്ത്രീകളോടുള്ള തന്റെ താല്പര്യങ്ങളെക്കുറിച്ച് അംബാനി കൂടുതൽ വ്യക്തമാക്കുന്നുണ്ട്. ഹോളിവുഡ് ഇതിഹാസം മെറിൽ സ്ട്രീപ്പിനെ പോലെയുള്ള സ്ത്രീകളോടല്ല തനിക്ക് താല്പര്യമെന്ന് അദ്ദേഹം എപ്സ്റ്റീനോട് പറഞ്ഞു. തന്റെ അടുത്ത സിനിമ സ്കാർലെറ്റ് ജോഹൻസണുമായാണ് എന്നും അനിൽ അംബാനി മറുപടി നൽകുന്നുണ്ട്. അനിൽ അംബാനിയുടെ അന്നത്തെ സിനിമാ നിർമ്മാണ കമ്പനിയായ റിലയൻസ് എന്റർടൈൻമെന്റിന്റെ ഹോളിവുഡ് പ്രവേശനവുമായി ബന്ധപ്പെട്ടാകാം ഈ പരാമർശമെന്ന് കരുതപ്പെടുന്നു. പ്രായമായവരെക്കാൾ യുവസുന്ദരിമാരെയാണ് അംബാനിക്ക് ഇഷ്ടമെന്ന് അറിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നാണ് ഇതിന് എപ്സ്റ്റീൻ നൽകിയ മറുപടി. തന്റെ പക്കൽ വിചിത്രമായ ആഗ്രഹങ്ങളുള്ള നിരവധി അതിഥികൾ എത്താറുണ്ടെന്നും എപ്സ്റ്റീൻ അംബാനിയോട് പറയുന്നുണ്ട്. ഇരുവരും ലൈംഗിക താല്പര്യങ്ങൾ മാത്രമല്ല ചർച്ച ചെയ്തിരുന്നത്. ലോകകാര്യങ്ങൾ, ആഗോള ബിസിനസ് സാഹചര്യങ്ങൾ, ഇന്ത്യയിലെ നിക്ഷേപ സാധ്യതകൾ എന്നിവയും ഇവരുടെ ചർച്ചാ വിഷയങ്ങളായിരുന്നു. 2017 അംബാനി കുടുംബത്തെക്കുറിച്ചുള്ള നിരവധി പുസ്തകങ്ങൾ എപ്സ്റ്റീൻ വാങ്ങിയിരുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഇതിലെ ഏറ്റവും സ്വാധീനമുള്ള ഈ കുടുംബത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ എപ്സ്റ്റീൻ ശ്രമിച്ചിരുന്നു എന്നതിന്റെ തെളിവായി ഇത് കാണപ്പെടുന്നു. 2019 മെയ് 23 ഇരുവരും നേരിട്ട് കണ്ടതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ന്യൂയോർക്കിലെ മൽഹാട്ടനിലുള്ള എപ്സ്റ്റീന്റെ വസതിയിലായിരുന്നു ഈ കൂടിക്കാഴ്ച നടന്നത്. എപ്സ്റ്റീന്റെ ക്ഷണപ്രകാരമാണ് അംബാനി അവിടെ എത്തിയത്. സാധാരണ കൂടിക്കാഴ്ചകൾക്ക് പുറമെ ചില രഹസ്യ കൂടിക്കാഴ്ചകളും നടത്താമെന്ന വാഗ്ദാനം നൽകിയാണ് എപ്സ്റ്റീൻ അനിൽ അംബാനിയെ ക്ഷണിച്ചത്. ഇത്തരം രഹസ്യ കൂടിക്കാഴ്ചകൾ എപ്സ്റ്റീന്റെ ആഡംബര ദ്വീപുകളിലോ വസതികളിലോ നടക്കാറുള്ള ലൈംഗിക പാർട്ടികളാണോ എന്ന സംശയം ഇപ്പോൾ ഉയരുന്നുണ്ട്. ലോകത്തെ അതിസമ്പന്നരെയും അധികാര കേന്ദ്രങ്ങളെയും കെണിയിൽ വീഴ്ത്താൻ എപ്സ്റ്റീൻ ഉപയോഗിച്ചിരുന്ന രീതികളിലേക്ക് ഈ വെളിപ്പെടുത്തൽ വിരൽ ചൂണ്ടുന്നു. ഇന്ത്യയിൽ നിന്നുള്ള ഒരു പ്രമുഖ വ്യവസായിയും ഈ വലയിൽ കുടുങ്ങിയിരുന്നു എന്നാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്. അനിൽ അംബാനിക്ക് പുറമെ മുൻ അമേരിക്കൻ പ്രസിഡന്റുമാർ, രാജകുമാരന്മാർ, ശാസ്ത്രജ്ഞർ എന്നിവരുടെ പേരുകളും എപ്സ്റ്റീൻ ഫയലുകളിൽ ഇതിനകം പുറത്തു വന്നിട്ടുണ്ട്. ഇതിനിടയിലേക്കാണ് ഒരു ഇന്ത്യൻ പേര് കൂടി കടന്നു വരുന്നത്. അനിൽ അംബാനി നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലാണ് പുതിയ വെളിപ്പെടുത്തൽ വരുന്നത്. ഇത് റിലയൻസ് ഗ്രൂപ്പിന്റെ പ്രതിച്ഛായ ആഗോളതലത്തിൽ ബാധിച്ചേക്കാം. എപ്സ്റ്റീൻ കേസുമായി ബന്ധപ്പെട്ട അമേരിക്കൻ ഏജൻസികൾ അന്വേഷണം തുടരുകയാണ്. പുറത്തുവന്ന ചാറ്റുകൾ അന്വേഷണത്തിന്റെ ഭാഗമായി മാറിയാൽ അംബാനിക്ക് കൂടുതൽ നിയമപ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. ഇതുവരെ അനിൽ അംബാനിയോ അദ്ദേഹത്തിന്റെ വക്താക്കളോ ഈ വെളിപ്പെടുത്തലുകളോട് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. രേഖകളുടെ ആധികാരികത സംബന്ധിച്ച വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തത വരുമെന്നാണ് കരുതുന്നത്. എപ്സ്റ്റീന്റെ ഇരകളായ പല സ്ത്രീകളും മുൻപ് പല പ്രമുഖരെയും തിരിച്ചറിഞ്ഞിരുന്നു. പുതിയ രേഖകൾ പുറത്തു വരുന്നതോടെ കൂടുതൽ സാക്ഷികൾ രംഗത്തെത്താൻ സാധ്യതയുണ്ട്. എപ്സ്റ്റീൻ സൂക്ഷിച്ചിരുന്ന ലോഗ് ബുക്കുകളും ഇമെയിലുകളും കോൾ റെക്കോർഡുകളുമാണ് ഈ കേസിൽ പ്രധാന തെളിവുകൾ. ഇതിൽ നിന്നുമാണ് ഓരോ ദിവസത്തെയും സംഭാഷണങ്ങളുടെ കൃത്യമായ വിവരങ്ങൾ ലഭ്യമാകുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ ഈ വാർത്ത വലിയ രീതിയിൽ പ്രചരിക്കുകയാണ്. ഇന്ത്യയിലെ ഒരു വലിയ വ്യവസായ ഗ്രൂപ്പിന്റെ തലവൻ ഇത്തരമൊരു കേസിൽ ഉൾപ്പെട്ടത് രാജ്യത്തിന് തന്നെ നാണക്കേടാണെന്ന വിമർശനം ഉയരുന്നുണ്ട്. ജെഫ്രി എപ്സ്റ്റീൻ എന്ന നിഗൂഢ വ്യക്തിയുടെ ലോകത്തേക്ക് അനിൽ അംബാനി എങ്ങനെ എത്തി എന്നതിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനുണ്ട്. ഈ കേസ് അന്താരാഷ്ട്ര തലത്തിൽ വലിയ മാറ്റങ്ങൾക്കും നടപടികൾക്കും കാരണമാകുമെന്ന് ഉറപ്പാണ്.